നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനലായ ബീറ്റൺ കേരള സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കരുവാരക്കുണ്ട് സർവീസ് സഹകരണ ബാങ്കിൻ്റെ സമീപം കരുവാരക്കുണ്ട് അങ്ങാടിയിൽ ഇവിടെ ഒരു ബേക്കറി ഉണ്ട്. ഈ ബേക്കറിൻ്റെ പേരാണ് അജ്വാ സീറ്റ്. അജ്വാ സീറ്റാണ് ഈ ബേക്കറിയുടെ പേര്. അപ്പോൾ ഇത് നമ്മുടെ ശ്രീനാഥിൻ്റെ ഒരു ബേക്കറിയാണ്. ഈ ശ്രീനാഥിന് പ്രത്യേകത ഉണ്ട്. ഇപ്പോൾ ഒരു ചെറിയൊരു സംരംഭവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ശ്രീനാഥിൻ്റെ കുടുംബം. ഭാര്യയുണ്ട്, ശ്രീനാഥിൻ്റെ അമ്മയുണ്ട്, ഇവിടെ ഒരു 6-7 ആളുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഹക്കീമുണ്ട് മാമ്പഴത്തെ. അപ്പോൾ നമുക്ക് ശ്രീനാഥിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ശ്രീനാഥ് ഇപ്പോൾ ചെറിയൊരു തിരക്കിലാണ്. ഓണത്തിൻ്റെ സീസണിലാണ് ശ്രീനാഥ് ഉള്ളത്. അപ്പോൾ നമ്മൾ ശ്രീനാഥിൻ്റെ അടുത്താണ് ഉള്ളത്. നമ്മുടെ കരുവാരക്കുണ്ട് അങ്ങാടിയിൽ നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെ അതുപോലെ തന്നെ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഒക്കെ അടുത്തുള്ള അജ്വ ബേക്കറിയാണ് ശ്രീനാഥിൻ്റെ ബേക്കറി. അവിടെയാണ് നമ്മളുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സംരംഭം തുടങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്തായിരുന്നു? ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ ലോക്ക്ഡൗണില്ലേ, അതിൽ തുടങ്ങിയാണ്. നമ്മൾ ചെറുതായി വീട്ടിലിങ്ങനെ വെറുതെ ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ്. വീട്ടിൽ തുടങ്ങിയ ഒരു സംരംഭമായിരുന്നു അല്ലേ? പിന്നീട് 2 മണിക്ക് അടച്ചു പോയില്ലേ, അടച്ചു പോയപ്പോൾ അവിടുന്ന് വെറുതെ ഇരുന്ന സമയത്തൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയ സംഭവമാണ്. അപ്പൊ അങ്ങനെ പിന്നെ കടയിൽ ചെയ്ത് നോക്കി. അപ്പൊ അങ്ങനെ കുറച്ചൊക്കെ പോക്ക് തുടങ്ങി. പ്രധാനമായിട്ട് ഇപ്പൊ എന്തൊക്കെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്? ഫുള്ള് ചിപ്സിന്റെ ഐറ്റംസ് ആണ് കാര്യമായിട്ട് ചെയ്യുന്നത്. അത് ക്വാളിറ്റിയിൽ ചെയ്യാം, അത്രേ ഉള്ളൂ. ശർക്കര വരട്ടി അല്ലേ? ശർക്കര വരട്ടി, ചിപ്സ്, പഴം ചിപ്സ്. പിന്നെ നമ്മൾ ശർക്കര വരട്ടി ഉണ്ടാക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ ആളുകളൊക്കെ നെയ്യ് ഉപയോഗിച്ചിരുന്നു. അത് ഉണ്ടാക്കുമ്പോഴേ നമ്മളത് ചെയ്യുന്നുണ്ട്. മിൽമൻ്റെ നെയ്യ് ഉപയോഗിക്കുന്നുണ്ട് അതിക്ക്. അപ്പോൾ ഒന്നുകൂടി സോഫ്റ്റും അതിൻ്റെ രുചിയും മണമൊക്കെ ഒന്നുകൂടി കൂടും. ഇപ്പോൾ നമ്മൾ കടയിൽ കൂടെയൊക്കെ നല്ലോണം കൊടുക്കുന്നുണ്ട്. 6 ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട് മൊത്തമായി. പിന്നെ നമ്മളിപ്പോൾ തൃശ്ശൂർക്ക് കൊടുത്തു. ഇപ്പോൾ ഈ ഓണ സീസണിൽ പിന്നെ സർക്കാരിൻ്റെ കിറ്റിക്ക് കൊടുത്തു. കിറ്റിക്ക് നല്ലൊരു ഓർഡർ ചെയ്യുന്നു. ആ 100 ഗ്രാമിൻ്റെ ഓർഡറില്ല, അത് മങ്കട ഡിപ്പോക്കാണ് കൊടുത്തത്. അവിടെ ഒരു 5 ടണ്ണോളം ഉണ്ടായിരുന്നു ഓർഡർ. നമ്മളവിടെ കുടുംബശ്രീയിൽ കൊടുത്തിട്ട് എത്താത്ത നമുക്ക് കിട്ടി. നിലമ്പൂരത്തെ ആ ഒരു ഓർഡർ കൊടുത്തു ഈ പ്രാവശ്യം. പിന്നെ ഇപ്പോൾ നമുക്ക് പിന്നെ കടയിൽ തന്നെ സെയിലുണ്ടായിരുന്നു. ആ തിരക്കാരനെ കുറച്ച് കടയിൽ കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ആദ്യം കൊടുത്തിരുന്ന കടയിലൊക്കെ കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ റെഡിയായി, മറ്റേ ഓർഡർ കഴിഞ്ഞു. ഇപ്പോൾ പിന്നെ നമ്മൾ ചിപ്സ് ഉപയോഗിക്കുന്ന രീതി പറഞ്ഞാൽ സാധാരണ എല്ലാവരും ഉപയോഗിച്ച എണ്ണ തന്നെ പിന്നെയും ഉപയോഗിക്കും. നമ്മളത് ഒരു പ്രാവശ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ചിപ്സ് വറക്കണത് നമ്മൾ ഒരു പ്രാവശ്യം വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ടാണ് അത് ഉണ്ടാക്കുന്നത്. അങ്ങനെ നല്ല രീതിയിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് കുറച്ച് റേറ്റ് കൂടുതലുണ്ട്, എന്നാലും നല്ല രീതിയിൽ പോകുന്നുണ്ട്. നൈസായിരിക്കും ചിപ്സ്. അപ്പോൾ ആളുകൾക്കൊക്കെ ഒന്നുകൂടി ഇഷ്ടമാവുന്നുണ്ട്. അത് പല രീതിയിൽ ഇപ്പോൾ പോകുന്നുണ്ട്. ഇത് സൂപ്പർ മാർക്കറ്റിലേക്ക് ഉള്ളതാണ്. ഇങ്ങനെ ബോക്സ് ആക്കിയിട്ടേ നമ്മൾ ചെയ്യണത്. അത് ഇതിലെ പാക്കറ്റായി പോകുന്നുണ്ട്. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ കൂടി ഇങ്ങനെ കടയിൽ വാങ്ങാൻ കിട്ടും. 60 രൂപ പാക്കറ്റാണിത്. സ്വർണ്ണമുഖി എന്ന് പറഞ്ഞ ബ്രാൻഡിൽ അതിൽ പോകുന്നുണ്ട്. പിന്നെ ഇതിൽ സ്ലിപ്പ് ഇട്ട് പോകുന്നുണ്ട്. നമ്മളെ നാട്ടിൽ കൂടിയൊക്കെ ഈ സംഭവമാണ് പോകുന്നത്. ഇങ്ങനെ സ്ലിപ്പ് ഇട്ടിട്ടാണ് പോകുന്നത്. ഇത് പിന്നെ സൂപ്പർ മാർക്കറ്റിൽ കൂടി പോകുന്നുണ്ട്. ഇതൊക്കെ വണ്ടിക്കാർ കൊണ്ടുപോകണേന്. വറവ് ചിപ്സ് ഉണ്ട്. ഓണത്തിന് ഒരു സ്പെഷ്യലാണല്ലോ, അത് പോകുന്നുണ്ട് നല്ല രീതിയിൽ. ഇത് വറവിന് ഇപ്പോൾ 300 റുപ്യ കിലോ. സാധാ നമ്മളെ ചിപ്സ് ഇപ്പോൾ നേന്ത്രപ്പഴത്തിന് വില കൂടിയോണ്ടാണ് 340. ശർക്കരപ്പേര് 270. ഇപ്പോഴത്തെ കുറച്ച് എല്ലാ സാധനത്തിനും കുറച്ച് റേറ്റ് കൂടിയോണ്ട് അപ്പോൾ അത് ആ റേറ്റിനാണ് വിൽക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ശർക്കര വരട്ടി ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു വേണ്ടി നമ്മളുടെ നേന്ത്രക്കായ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഓരോ നേന്ത്രക്കായൻ്റെയും തൊലി കളഞ്ഞെടുക്കണം. തൊലി കളഞ്ഞെടുക്കാനുള്ള ഒത്തിരി പാടാണ്. പക്ഷേ ശ്രീനാഥിന് അതൊന്നൊരു വിഷയമല്ല. അവനിതൊക്കെ എന്നോ പരിചയമായി കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ വളരെ സിമ്പിളാണ് ശ്രീനാഥിനെ സംബന്ധിച്ചിടത്തോളം. ഹക്കീംക്ക് എന്താ അപ്പോൾ ഇതിനിങ്ങനെ കളർ വരാനുള്ള കാരണം? ഇത് ഞങ്ങൾ മണിക്കൂറോളം മഞ്ഞളിട്ട് വെക്കും. അതിനുശേഷം ഞങ്ങളിത് ഒരു ഊരി എടുത്ത് വെച്ച് പുറത്തേക്ക് എടുത്ത് വെച്ച് പിന്നെ അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞങ്ങൾ ചിപ്സ് ഉണ്ടാക്കുള്ളൂ. അതാണ് ഈ മഞ്ഞളുടെ അതാണ് ഈ സാധനത്തിന് ടേസ്റ്റ് കിട്ടാനുള്ള രുചിയും ഇതും കിട്ടാനുള്ളത്. ഇത് മഞ്ഞളിൽ 2 മണിക്കൂറോളം ഇട്ട് വെച്ചാൽ ഇതിൻ്റെ രുചി കിട്ടുള്ളൂ ചിപ്സിൻ്റെ. നേന്ത്രക്കായയുടെ തൊലി കളഞ്ഞു കഴിഞ്ഞാൽ നേന്ത്രക്കായ നമുക്ക് സൈസാക്കി എടുക്കണം. അത് അതിലേറെ വലിയ പാടാണ്. ആവശ്യമായ വലിപ്പത്തിലും കനത്തിലുമാണ് സൈസാക്കി എടുക്കേണ്ടത്.
ആ ചട്ടിയിലേക്ക് എണ്ണ പാർന്ന് അതിലേക്ക് നമ്മൾ കായ ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്കിതിനെ വറുത്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക, തീ ആവശ്യത്തിന് തീ കത്തിക്കുക, തീ ഏറിപ്പോവരുത്, കരിഞ്ഞു പോകും പെട്ടെന്ന്. എന്നിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, പതിയെ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ചിപ്സ് നമുക്ക് കാണാൻ പറ്റും, നമ്മളതിനെ വറുത്തെടുത്തൊരു രംഗാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മളിതിനെ വറുത്തെടുത്ത് കഴിഞ്ഞു. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ശർക്കര വരട്ടി ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ശർക്കര ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം പാർന്നു കഴിഞ്ഞു. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഇഞ്ചി, നമുക്ക് ചതച്ച് ഇഞ്ചി ഇടാം. ഇഞ്ചിയാണത്. ഇഞ്ചി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേണ്ടത് ശർക്കര ഉരുക്കുന്നതിന് വേണ്ടി ശർക്കര ഇടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ശർക്കര ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ശർക്കര നമുക്ക് മെൽറ്റ് ആവണം, നമുക്ക് അത് ഉരുകി കിട്ടുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ തീ കത്തിച്ചിട്ട് ഒന്നിങ്ങനെ ജസ്റ്റ് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് ഉരുകി വരും. ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞാൽ ശർക്കരയ്ക്ക് ഉരുകി ആവശ്യമായ രീതിയിലേക്ക് നമുക്ക് എത്തുന്നതായിട്ട് കാണാൻ കഴിയും. പ്രത്യേകം ശ്രദ്ധിക്കുക, തീ വളരെ ആവശ്യത്തിന് മാത്രമേ തീ കത്തിക്കാവൂ. തീ നിങ്ങൾ നന്നായിട്ട് നിയന്ത്രിക്കണം. അതിനുശേഷം നമ്മൾ അതിലേക്ക് എന്ത് ചെയ്തു, ജീരകപ്പൊടി ഇട്ടു. അതുപോലെ തന്നെ നമ്മൾ ചുക്കും ജീരകത്തിൻ്റെ പൊടിയാണ് അതിലേക്ക് നമ്മൾ നിർബന്ധമായിട്ട് നമ്മൾ ചേർക്കുന്നത്. അങ്ങനെ നമ്മൾ ചുക്കിൻ്റെ പൊടിയും ഇട്ടു. ഇത് നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്യുക, മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും നിങ്ങൾ എന്ത് ചെയ്യണം, ആ പൊടികളെ മിക്സ് ചെയ്തിട്ട് വേണം അവിടെ എത്തിച്ച് കൊടുക്കണം. നന്നായിട്ട് ഇളക്കുക. നമ്മൾ കഷായമൊക്കെ ഉണ്ടാക്കുന്നത് പോലെ നന്നായിട്ട് നിങ്ങൾ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാൻ കഴിയും അതെല്ലാ ഭാഗത്തേക്കും പൊടികൾ നമുക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എല്ലായിടത്തേക്കും എത്തുള്ളൂ. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ച നേന്ത്രക്കായ നമ്മൾ ഇതിലേക്ക് കൊടുന്ന് ചേർക്കുകയാണ് ചെയ്യുന്നത്. വളരെ സാവധാനം നമ്മൾ ഇളക്കി കിട്ടുന്ന സമയത്ത് നമ്മൾ നേന്ത്രക്കായ, നമ്മൾ വറുത്ത് വെച്ച നേന്ത്രക്കായ ഇതിലേക്ക് നമ്മൾ ശർക്കരയിലേക്ക് നമ്മൾ മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ശർക്കര ഉരുകിയത് എല്ലാ ഭാഗത്തേക്കും നമ്മൾ ഇതിലേക്ക് ചേരണം. അതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നിങ്ങൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ജോലി എന്നുള്ളത്. അങ്ങനെ ഇളക്കുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഗ്രേവി ആയി കഴിഞ്ഞിട്ട് പിന്നെ ഡ്രൈ ആയി മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കലാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതെന്തായി ഡ്രൈ ആയി മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജീരകപ്പൊടിയും ചുക്കും പൊടിയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോഴേ എല്ലാ പീസിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ജീരകപ്പൊടിയും ചുക്കും പൊടിയൊക്കെ എത്തി നിങ്ങൾക്ക് ഉറപ്പുവരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ചുക്കല്ലേ, ചുക്ക് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടാവും. അതിന് ടേസ്റ്റ് ജീരകം അപ്പൊ ഇങ്ങനെ തന്നെ സംഭവം ശർക്കര വരട്ടി ഉണ്ടാക്കുക. റെഡി. ഇത് വേണ്ടത് നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട് ശ്രീനാഥിൻ്റെ. അതിൽ നിങ്ങൾ ഓർഡർ ചെയ്ത സാധനം വീട്ടിൽ കൊണ്ടെത്തും അല്ലേ. സംഭവം ഇപ്പോൾ റെഡിയാണ്. നമുക്കിത് വിൽപ്പന തുടങ്ങിയാൽ മതി. ശർക്കര വരട്ടി അടിപൊളിയാണ്. ഇത് ആവശ്യക്കാർക്ക് നമ്മൾ നമ്പറിൽ വിളിച്ചാൽ സാധനം എത്തും വീട്ടിൽ. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സാധനവും. അപ്പോൾ ആവശ്യക്കാർ ബന്ധപ്പെടും നമ്മളെ അജ്വ മറക്കണ്ട, അജ്വ സ്വീറ്റ്സ് ബേക്കറിയിൽ.